ഹായ്, നമുക്കിന്ന് ഒരു വെറൈറ്റി പുഡിംഗ് ഉണ്ടാക്കിയാലോ. പാലും ബ്രെഡും മുട്ടയും പാൽപ്പൊടിയും ബോർബോൺ ബിസ്ക്കറ്റും എല്ലാം ചേർത്ത് അടിപൊളി ടേസ്റ്റാണ്. എൻ്റെ മോൾ ഇത് പറയുന്നത് കേക്ക് പുഡിംഗ് എന്നാണ്. വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് തുടങ്ങിയാലോ. പാലിൽ കസ്റ്റർഡ് പൗഡർ കലക്കിയെടുക്കുക. അത് തിളച്ച പാലിലേക്ക് ഇട്ട് കൊടുത്ത് ഇതുപോലെ എടുക്കുക. ഒരു മുട്ട പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അതിലേക്ക് പാലൊഴിച്ച് കൊടുത്ത് ഒന്ന് ബീറ്റ് ചെയ്യുക. ഒരു ജാറിലേക്ക് പഞ്ചസാര, ഏലക്ക, പട്ട എന്നിവ ഇട്ട് കൊടുത്ത് ഇതുപോലെ പൊടിച്ചെടുത്തിട്ട് നമുക്ക് നേരത്തെ എഗ്ഗിൻ്റെയും പാലിൻ്റെയും മിശ്രിതത്തിലേക്ക് ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. അല്പം കസ്റ്റേർഡ് മിൽക്കും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിന്ന് അടിച്ചെടുക്കണം നന്നായിട്ട്. ആ ബാറ്ററിലേക്ക് ബ്രെഡ് മുക്കി നമുക്ക് എടുത്തു വെക്കാം. അതൊരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ബട്ടർ ഇട്ടിട്ട് അതിൻ്റെ മേളിൽ വെച്ച് കൊടുത്ത് നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ഒരുപാട് ഡീപ്പായിട്ട് ടോസ്റ്റ് ചെയ്യരുത്, ഇതുപോലെ ലൈറ്റായിട്ട് ടോസ്റ്റ് ചെയ്താൽ മതി. ഒരു പാത്രത്തിൽ നമുക്ക് അടിയിൽ കസ്റ്റേർഡ് മിൽക്ക് ഒഴിച്ച് കൊടുക്കാം. നേരത്തെ ബാലൻസ് ഉണ്ടായ ഷുഗറിലേക്ക് ബിസ്ക്കറ്റ് ഇട്ട് പൊടിച്ചെടുക്കുക നമുക്ക്. എന്നിട്ട് ഇതുപോലെ കസ്റ്റേർഡ് മിൽക്കിൻ്റെ മേളിൽ തൂവി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ എഗ് ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ മേളിൽ ബ്രെഡ് വെച്ച് കൊടുത്തിട്ട് വീണ്ടും കസ്റ്റേർഡ് മിൽക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേളിൽ ബോർബോൺ ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കുക. ബിസ്ക്കറ്റ് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് അതിൻ്റെ മേളിൽ ബാലൻസ് ഉണ്ടായ എഗ് ബാറ്റർ വെച്ചിട്ട് അതിലേക്ക് പാൽപ്പൊടി ഇട്ട് കൊടുക്കുക. പാൽപ്പൊടി നന്നായിട്ട് തൂകി അതിൻ്റെ ഉള്ളിൽ എല്ലായിടത്തും ചെല്ലുന്ന വരെ പാൽപ്പൊടി ഇട്ട് കൊടുക്കണം. അതിൻ്റെ മേളിൽ സായ ബ്രെഡ് വെച്ച് കൊടുത്തിട്ട് വീണ്ടും ഇത്തിരി പാൽപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ബാക്കിയുള്ള കസ്റ്റേർഡ് മിൽക്കും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നേരത്തെ ബാലൻസ് ഉള്ള ഷുഗറും ഇട്ട് കൊടുക്കുക. ഒന്ന് ലെവൽ ചെയ്ത് കഴിയുമ്പോൾ അതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രോമഗ്രാനൈറ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്രീസറിൽ വെച്ച് 2 മണിക്കൂർ കഴിയുമ്പോൾ എടുത്തു കഴിഞ്ഞാൽ അടിപൊളി പുഡിങ്ങായി. 2, 3, 4 മണിക്കൂർ എത്ര മണിക്കൂർ വേണമെങ്കിലും വെക്കാം. ഇത് 2 മണിക്കൂർ ശേഷം എടുത്ത പുഡിങ്ങാണ്. അടിപൊളി പുഡിങ്ങാണ്. അപ്പോൾ നിങ്ങളിത് ഒരു വട്ടം കൊണ്ട് ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതാണ്. താങ്ക് യു വെരി മച്ച്. മുട്ടയിൽ കസ്റ്റേർഡ് മിൽക്ക് ചേർത്തിരിക്കുന്നത് മുട്ടയുടെ ബാഡ് സ്മെല്ല് പോകാൻ വേണ്ടിയിട്ടാണ്.